ഒരു കാലത്ത് ശക്തനായ MLA ആയിരുന്നു നിലമ്പൂരിലെ ഇടതുപക്ഷ സഹയാത്രികൻ അല്ലെങ്കിൽ ഇടതുപക്ഷ MLA PV അൻവർ. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ചില നിലപാടുകളുടെ പേരിൽ ഒറ്റപ്പെട്ട് ഇടത്തോട്ടും വലത്തോട്ടുമല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വെല്ലുവിളിച്ചു, അതായത് പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് LDF നിന്നും പുറത്തേക്ക് വരികയും പിന്നീട് നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ ആൾക്കൂട്ടത്തോടു കൂടി വലിയൊരു പൊതുസമ്മേളനം സംഘടിപ്പിച്ചതൊക്കെ തന്നെ നമുക്കറിയാം. പിന്നീട് DMK എന്ന പാർട്ടി രൂപീകരിക്കുന്നതും നമ്മൾ കണ്ടു. എന്നാൽ പിന്നീട് ഈ ഒരു DMKയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കണ്ടില്ല. കാരണം പല രീതിയിലും ഈ ഒരു ആദ്യം കണ്ട ആൾക്കൂട്ടമൊന്നും തന്നെ പിന്നീട് അത് കൃത്യമായി ആ ഒരു ആൾക്കൂട്ടത്തെ നിലനിർത്തി അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണ നിലനിർത്തി കൊണ്ടുപോകാൻ PV അൻവറിന് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചേലക്കരയിലും പാലക്കാട്ടും വയനാട്ടിലുമൊക്കെ തെരഞ്ഞെടുപ്പിൽ സജീവമായി ആദ്യം മുതൽ തന്നെ PV അൻവറിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നെങ്കിലും ഒരു പാർട്ടിക്ക് DMKക്ക് കിട്ടിയ, അതായത് കെട്ടിവെച്ച കാശ് കിട്ടുന്ന തരത്തിലുള്ള ഒരു വോട്ട് വിഹിതം കിട്ടാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നില്ല, അത്തരത്തിൽ കിട്ടിയതുമില്ല. എന്നാൽ ഇപ്പോൾ PV അൻവറിൻ്റെ രാഷ്ട്രീയം ഇനി എങ്ങോട്ട് എന്നതിലേക്കാണ് ചർച്ചകൾ പോകുന്നത്. PV അൻവർ UDFിലേക്ക് വരുന്നു എന്ന വാർത്തകളാണ് കൂടുതൽ സജീവമായി മുന്നോട്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആ ഒരു സമയം വരട്ടെ എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ പലപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതൊക്കെ സ്വാഭാവികം എന്നതാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിലൂടെ വരുന്നത്. അതായത് ഈ PV അൻവർ UDFിലേക്ക് വരുന്നതിൽ മുസ്ലിം ലീഗിന് എതിർപ്പില്ല. കാരണം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നാണ് കൃത്യമായി ഈ ഒരു കാര്യത്തിൽ ഒരു പ്രതികരണം വരേണ്ടിയിരുന്നത്. കാരണം മുസ്ലിം ലീഗുമായി അത്രത്തോളം പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ ഈ എതിർപ്പ് PV അൻവറിനുണ്ടായിരുന്നു. ആ ഒരു രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് PV അൻവർ വരുന്നതിനെ മുസ്ലിം ലീഗ് എതിർക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഭാഗം ക്ലിയറാണ്. PV അൻവർ UDFിലേക്ക് വരുന്നതിൽ മുസ്ലിം ലീഗിന് അത്തരത്തിൽ യാതൊരു എതിർപ്പും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ പ്രതികരണം വരുന്നത്. അതോടൊപ്പം ഈ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു യാത്ര വയനാട്ടിലും ഇടുക്കിയിലും PV അൻവർ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ പല ഇടതുപക്ഷ അനുകൂലികളായ മുൻ MLAമാരടക്കമുള്ള ആളുകളുടെ പിന്തുണയാണ് ഇപ്പോൾ PV അൻവർ ശ്രമിക്കുന്നത്. അതിൽ MLA S രാജേന്ദ്രൻ ഈ ഒരു പിന്തുണയുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും എന്ന ചില സൂചനകൾ വരുന്നു. DMKയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് PV അൻവർ സംസാരിച്ചു എന്ന് S രാജേന്ദ്രൻ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അത്തരത്തിൽ PV അൻവർ UDFിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ഇടതുപക്ഷവുമായി ഇടഞ്ഞു നിൽക്കുന്ന ആളുകളെ കൂടെ കൂട്ടി DMK എന്ന പാർട്ടി ശക്തിപ്പെടുത്തിക്കൊണ്ട് ആ ഒരു പാർട്ടി അങ്ങനെ തന്നെ UDFിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്.